ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇതിപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മുഴുവനായിട്ടും കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സംസാരിക്കുന്നു, അതേപോലെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളും പലപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ഡൗട്ട് പോലും വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നാൽ തന്നെ അത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള, അതായത് ക്ലിയർ ആവാത്ത ഒരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഒരു സംശയം ഉണ്ടായിരിക്കും, എന്ത് പറ്റിയവർക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്താണ് സംസാരിക്കാത്തത്, ഈ ഒരു കാര്യം. അപ്പോൾ അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കരട് കിടപ്പുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് ആ ഒരു തെറ്റിദ്ധാരണ കൂടുന്നു, അല്ലെങ്കിൽ അങ്ങനെയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ ഡിസ്റ്റൻസ് അവിടെ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. പരസ്പരം സംസാരിക്കുമ്പോൾ ഒരുപാട് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംസാരം ഇല്ലാതാകുന്നു എന്നുണ്ടാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാതാവും, ദിവസങ്ങളോളം അങ്ങനെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അവരെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പരിചയമുണ്ട്, പക്ഷേ വലിയ രീതിയിൽ പരിചയമില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ലൈഫ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും പോകേണ്ടത് അങ്ങനെയല്ല. ഒരു നല്ല ബന്ധം എപ്പോഴും പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് അടുപ്പമുള്ള ആളുകളായിട്ട് മാറണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പരസ്പരമുള്ള അടുപ്പം കൂടുതലാവുന്നത്. നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്നു, അവരെയും നിങ്ങളെയും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടുന്നു. ഇഷ്ടം കൂടുമ്പോഴാണ് നമ്മൾ അവരെ പല സിറ്റുവേഷനിലും മിസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആ ബന്ധം മുന്നോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു പോകും. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ കണക്ഷൻ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടതാണ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾ മറക്കുന്ന പോലെ അവർക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഇമോഷണലി, അതായത് മാനസികപരമായിട്ട് നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു ഗ്യാപ്പ് പോലെ അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓവർ തിങ്കിങ് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കരട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുമായി നമ്മൾ കണക്ട് ചെയ്യും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും. കാരണം അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മൾ വിചാരിക്കും, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അവരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ തീരെ സംസാരിക്കാതാവുമ്പോൾ നമ്മൾ വിചാരിക്കുക, എന്താണ് ഇപ്പം എനിക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം തരുന്നില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പോൾ ഇപ്പം എന്നെ വേണ്ടേ, എന്തായിരിക്കും സംസാരിക്കാത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മറ്റാരോടെങ്കിലും ഇഷ്ടം ഉണ്ടാവോ, എന്നോട് താല്പര്യം കുറഞ്ഞതായിരിക്കും, വേറെ ആരെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടാവോ, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഏതൊരാളുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്ത തന്നെയാണ് ഇത്, തെറ്റ് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ചിന്ത വരുമ്പോൾ അത് ആ ബന്ധത്തെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തെറ്റായ രീതിയിലേ അത് ബാധിക്കുള്ളൂ, ഒരിക്കലും നല്ല രീതിയിലേക്ക് അത് മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓവർ തിങ്കിങ് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ.
നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി നമുക്കവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ പരസ്പരം സംസാരിക്കാത്ത ആളുകൾ അവരുടെ ഇടയിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറില്ല. അതായത് അവർക്ക് ആ പാർട്ട്ണറോടുള്ള അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരാളോടുള്ള ഫീലിങ്സ് അവർ തുറന്ന് കാണിക്കാറില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ റൊമാൻസ് ആയിരിക്കാം, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ആവശ്യമായിരിക്കാം, അത് അവരോട് പറയേണ്ടത് തന്നെ ആയിരിക്കാം. പക്ഷേ പരസ്പരം സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അതിന് പറ്റുന്നില്ല. അപ്പം നമ്മൾ അവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ നമ്മൾ ഉള്ളിൽ അടിച്ചമർത്തി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പോരായ്മയായിട്ടും, അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ളത് കൊണ്ട് എനിക്കൊന്നും തന്നെ നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല, അതിന് വാല്യൂ ഇല്ല എന്നുള്ളതൊക്കെ തോന്നും. മാത്രമല്ല ചെറിയ രീതിയിലുള്ള ആഗ്രഹം പോലും നടക്കാതാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നിരാശയാണ് ഫീൽ ചെയ്യുക. സോ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അടിച്ച് അമർത്തി അല്ലെങ്കിൽ കടിച്ചു പിടിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്, നമ്മുടെ നിരാശയും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരിക ചെയ്യാം. അപ്പോൾ പെട്ടെന്നൊരു ദിവസമായിരിക്കാം ആ ഒരു പൊട്ടിത്തെറി വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചെറിയൊരു ആഗ്രഹമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവുന്ന കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷെ അത് പറയാതെ പരസ്പര സംസാരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വലിയൊരു ബോംബായിട്ടൊക്കെ മാറുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കോളോ മെസ്സേജോ അവരുടെ കണ്ടു എന്ന് വിചാരിക്കാം, അത് നമ്മൾ തുറന്ന് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു സംശയമായിട്ട് ഉള്ളിൽ ഇങ്ങനെ വലുതായി വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി എന്തായാലും ആ ബന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പൊട്ടിത്തെറി, അത് വളരെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നു എന്നുള്ളതല്ല, കുറേ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ്. അത് വളരെയധികം വീക്കായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഹാപ്പി റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അത് വളരെ ആവശ്യമുള്ള കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള ഒരു മൂല്യം നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. കാരണം പരസ്പരം സംസാരിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഒരു പരസ്പരം മനസ്സിലാക്കുക? അങ്ങനെയാകുമ്പോൾ വിശ്വാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിരുന്ന് റീല് കണ്ടാൽ പോലും നമുക്ക് വരുന്ന സംശയം ഇത് ആരെയൊക്കെയോ വിളിക്കുകയാണ്, മെസ്സേജ് അയക്കുകയാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയില്ല ആൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടായിരിക്കും സംസാരിക്കുന്നത്? എന്നോട് മാത്രം സംസാരിക്കാൻ സമയമില്ല, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു ബന്ധം നശിക്കും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ബന്ധത്തെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേറെ എന്തൊക്കെ പരസ്പരം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പരസ്പരം നന്നായി സംസാരിക്കുക, തുറന്ന് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ രക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ ആയിരിക്കാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ, ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, ഒരിക്കലും അത് കൈവിടാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.